ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസമായിട്ട് ആർക്കും പോകാണ്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ രാവിലെ തന്നെ പൂരിയാണ് കേട്ടോ ഒന്നുണ്ടാക്കുന്നത്. ഈ വീട്ടിൽ ഏറ്റവും കുറച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പൂരി എന്ന് പറയാം. പൂരി, ചപ്പാത്തി ഇതൊക്കെ. അതായത് വേറൊന്നും കൊണ്ടല്ല, മുമ്പ് നാത്തൂനൊക്കെ, അതായത് സഹോദരനും ഭാര്യ എല്ലാവരും നമ്മൾ ഒന്നിച്ചായിരുന്നല്ലോ. ആ സമയത്താണ് ഇതൊക്കെ ഉണ്ടാക്കുക. കാരണം രണ്ട് പേരുണ്ടാവും, നമ്മളൊരു 8-9 പേര് മൊത്തത്തിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവരോട് ഉണ്ടായിരുന്ന സമയത്തായാലും 8-9 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും പേർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എങ്ങനെയാകുമ്പോൾ പൂരി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു 5-6 ഒക്കെ വെച്ചിട്ട് കഴിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് പാടാണ് അത്രയും പേർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. എങ്ങനെ നോക്കിയാലും ഒരു 10-40 എണ്ണം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ 2 പേരും കൂടെ നമ്മളൊന്ന് സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവളും കൂടി ഇല്ലാത്തത് കൊണ്ട് വലിയ പാടാണ്. ഇപ്പോൾ അവർ 2 പേരും പോയാലും നമ്മളൊരു 7-8 പേരുണ്ട്. അപ്പോഴും എങ്ങനെ നോക്കിയാലും ഇത്ര ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാടാണ്. അത് മാത്രമല്ല, മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൂടോടെ കഴിച്ചാലേ ഇത് കൊള്ളാവും. പൂരി എന്ന് പറയുന്നത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്ക് അപ്പോഴപ്പോഴായിട്ട് വന്നിരുന്ന് ഉണ്ടാക്കി ഓരോരുത്തരും ഓരോ ടൈമിലാണ് കഴിക്കാനായിട്ടിരിക്കുക. എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അത്രയും ഓരോരുത്തരും വന്നിരിക്കുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യവുമല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറവ് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇന്നെന്തായാലും അതങ്ങ് അങ്ങനെ ആക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടന് പൂരി ഇഷ്ടമല്ല കേട്ടോ. അവന് ചപ്പാത്തിയാണ് ഇഷ്ടം. പൂരി ഉണ്ടാക്കി കൊടുത്താലും അവൻ കഴിക്കില്ല. അപ്പോൾ അവന് ഞാൻ ഇതിൽ തന്നെ 2 ചപ്പാത്തി ഉണ്ടാക്കി, മുട്ടക്കറിയുമായിരുന്നു, അത് അവന് കൊടുത്തു വിട്ടു. നമുക്കുള്ളത് നമ്മൾ രാവിലെ തന്നെ പൂരിയുടെ പരിപാടിയിൽ കടന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എല്ലാവരെയും ഒരുമിച്ച് കിട്ടും. ഞാൻ തുടങ്ങുന്ന തന്നെ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ ടൈമിൽ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കത്തുള്ളൂ. 9 മണി 10 മണിയാവും അമ്മയൊക്കെ വന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ ഇന്നാവുമ്പോൾ നമുക്ക് സമയമുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പിടിച്ച് കഴിക്കാനായിട്ട് പല്ലും തേപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പൂരി ചൂടാൻ തുടങ്ങുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നടക്കുന്ന കാര്യമില്ല. കാരണം എണ്ണ ചൂടാക്കണമെങ്കിൽ തന്നെ ഓരോ പ്രാവശ്യം ചൂടാക്കി വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അത്രയും ഗ്യാസ് പോവും, നമുക്ക് അത്രയും നഷ്ടവുമാണ് ഇത്രയും ഓരോ പ്രാവശ്യം. പിന്നെ അത് മാത്രമല്ല, എണ്ണ അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നതും നല്ലൊരു കാര്യമല്ല. അപ്പോൾ ഇന്ന് എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടാണ് പൂരിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇതിനിടയിൽ നമുക്ക് കുറച്ച് നല്ല എന്താ പറയുക, ലെവലോലിക്ക എന്നാട്ടിലേ പറയുക, നമ്മളിവിടെ അങ്ങനെ കേട്ടോ പറയുക. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഓരോ നാട്ടിലും ഓരോ പേരുകളാണല്ലോ പറയുക. നമ്മളിവിടെ അങ്ങനെയാണ് പറയുക, ലെവലോലിക്ക. അപ്പോൾ ഇത് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലുള്ളതല്ല, അടുത്ത വീട്ടിലുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ആളില്ലാത്തതുകൊണ്ട് അവർക്ക് ആവശ്യമില്ല, നമ്മളോട് പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുമ്പ് ഓൾറെഡി ഞങ്ങൾ കുറച്ച് പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ലതുപോലെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ഞാൻ അതൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുവാണ് കേട്ടോ. ഞാൻ ഉപ്പിലിടുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിക്കും. കാന്താരി മുളകുണ്ടല്ലോ, എൻ്റെ താഴെ അവളെ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു മുളക്. അപ്പോൾ കാന്താരി മുളകും നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇടാറുണ്ട്. കായപ്പൊടിയും കൂടെ ഇട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വെള്ളം കൂടെ ഇട്ട് വയ്ക്കും കേട്ടോ. നമ്മളെ നെല്ലിക്കയും കൂടെ അതിനകത്തിട്ട് വെച്ചേക്കും. അപ്പോൾ ഒന്ന് പഴകി വരുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ അത്രയൊന്നും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാറില്ല. ഞാനത് കഴിക്കാറാണ് പതിവ് പെട്ടെന്ന് കേട്ടോ. എനിക്ക് ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടതായാലും നെല്ലിക്ക ആയാലും ഒക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. അവിടെ ചേട്ടൻ്റെ അമ്മയാണെങ്കിലും കണ്ണിമാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഉപ്പിലിട്ട് വച്ചേക്കും. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ തന്നു വിടാറാണ് പതിവ്. അവിടെ വേറെ ആരും കഴിക്കാറില്ല. പക്ഷേ എനിക്ക് ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഴങ്കഞ്ഞി കുടിക്കാനായാലും ഒക്കെ. ഇതിൻ്റെ ഒരു കളർ എന്നെ കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് കൊതി വരുമല്ലേ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ്റെ പരിപാടികൾ, ചിക്കന് കറി വയ്ക്കാനൊക്കെ ഉള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പം പഴം 2-3 ദിവസമായിട്ടേ പഴം കറുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് വൈകിട്ടത്തേക്ക് തിന്നില്ല. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ചേട്ടൻ്റെ ചെറ്റപ്പൻ്റെ വീട് വരെ ഒന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് കാണത്തില്ല. അതുകൊണ്ട് രാവിലെ തന്നെ വൈകിട്ട് ചായ കുടിക്കാനായിട്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കാനൊന്നും നിന്നില്ല. രാവിലെ തന്നെ വാഴയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തിന്നു കേട്ടോ. ഇനി സാധാരണ ചായ കുടിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കാറെന്ന് ചോദിച്ചാൽ ഇതാണ് റീസൺ. വൈകിട്ട് ഞങ്ങൾ പോണതുകൊണ്ട് ചായയൊക്കെ വാഴയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കി
ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. രാവിലെ തന്നെ ആ പരിപാടികളൊക്കെ ഒതുക്കി, ഇല്ലേ പിന്നെ വൈകിട്ട് ഇതൊന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഓട്ടോപ്പൂപ്പൻ എന്ന് എൻ്റെ മക്കൾ വിളിക്കുന്ന രായ മാമൻ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, ഞങ്ങളെ മാമൻ തന്നെയാണ് കേട്ടോ. മാമൻ എന്നും വീട്ടിൽ വരും. അപ്പോൾ വന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ചു. എന്നിട്ട് ഞങ്ങളിതേ പോവാണ്. ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് ഒരു മൈൻഡ് റിലാക്സേഷൻ കിട്ടാനെന്ന് പറയുന്ന വീട്ടിലിരുന്ന് മടുക്കുമ്പോൾ, അതിപ്പോഴല്ല, ചേട്ടൻ ഗൾഫിലായിരുന്നപ്പോഴും അതെ, ഞാൻ ഇടയ്ക്ക് പോകുന്നത് ചേട്ടൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടോട്ട് പോകാൻ എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക്. അടുത്തെന്ന് പറയാൻ കുറച്ച് ദൂരമുണ്ട്, വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്. മറ്റേത് എത്ര ഇതാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ മോളെ കൊണ്ട് ഞാൻ പോകും. പക്ഷേ ഇപ്പം മോനായതിനു ശേഷം എനിക്കതിന് ഉള്ള സമയവും കിട്ടുന്നില്ല, പോകാനും പറ്റുന്നില്ല. അവനെ മാത്രം ഒറ്റയ്ക്ക് വണ്ടിയിൽ വെച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം അല്ലാതെ. ഇപ്പം ആൾ ഫ്രണ്ടിലൊക്കെ നിൽക്കും. അപ്പോൾ ഇപ്പം എന്തായാലും ചേട്ടൻ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഇപ്പോഴും പോകാറുണ്ട് കേട്ടോ, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വല്ലപ്പോഴും. പക്ഷേ ഇപ്പോൾ 2 മാസമായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നു. അവർ വീട് മാറി, അവർ താമസിച്ചിരുന്ന വീട് വിറ്റിട്ട് ഇപ്പോൾ വാടകയ്ക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരോട്ട് മാറി. സത്യം പറഞ്ഞാൽ ആ വീട് പോലും ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടില്ല. ഇന്ന് അതുകൊണ്ടാണ് 2 മാസത്തോളം ആയല്ലോ എന്ന് വെച്ചിട്ടാണ് ചേട്ടനോട് പറഞ്ഞത്, എന്ത് വന്നാലും എനിക്കിന്ന് അവിടെ പോയി കാണണം എന്ന് ചേട്ടനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ചേട്ടനാണ് ഫ്രണ്ടിൽ ബൈക്കിൽ പോകുന്നത്, മോനും കൂടെ ഉണ്ട്. ഞങ്ങൾ ബാക്കിൽ വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ പോയി ഒന്ന് കാണണം. അവരുമായിട്ട് സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ കുടുംബത്തിൽ, മീൻസ് ചേട്ടൻ്റെ അമ്മ അങ്ങനെയല്ല, ചേട്ടൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ അങ്ങനെ, അവരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ദീപു ചിറ്റപ്പൻ എന്ന് പറയുന്നത് ഞങ്ങൾ പോള ചിറ്റപ്പനുമായിട്ടാണ് കേട്ടോ. ചിറ്റയുള്ള കാലം തൊട്ട് ഞങ്ങൾ ആദ്യമൊന്നും വലിയ ടേംസിലല്ലായിരുന്നു. പിന്നീട് അടുത്ത് തുടങ്ങിയപ്പോൾ ചിറ്റ അത്രയും സ്നേഹമുള്ള ചിറ്റപ്പൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല, ആൾ പോയി. അവിടെ എന്തുണ്ടെങ്കിലും അവരുടെ ചിലപ്പോൾ ഒരു കറിക്കുള്ളതായിരിക്കും കൃഷി ചെയ്യുന്നത് ഉണ്ടാവുക. പക്ഷെ അതിൽ 2 വെണ്ടയ്ക്ക എങ്കിൽ 2 വെണ്ടയ്ക്ക അത് എനിക്ക് എൻ്റെ വീട്ടിലെത്തിച്ചിരിക്കും. ഒരു പായസം വെച്ചാലും അവരെ കയ്യിൽ കൊടുത്തു വിടും, ഒരിറച്ചി വെച്ചാലും അതെ. ഇന്നും അത്രയും ഇതാണ് കേട്ടോ, ഞങ്ങൾ അത്രയും അടുപ്പമാണ്. ഇപ്പം ചിറ്റപ്പനും മോള് മാത്രമേ ഉള്ളൂ. കിച്ചു കണ്ണൻ എറണാകുളത്താണ് ജോലിയിൽ. ചിറ്റയും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് കേട്ടോ. മരണം അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്നിടത്തല്ലല്ലോ നിൽക്കുക. ചിറ്റയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹാർട്ടിന് കുറച്ച് കംപ്ലൈൻറ്റ്, പിന്നെ ഷുഗർ കൂടി മുറിവ് വന്ന് അങ്ങനെ അറ്റാക്ക് പോലെ വന്നാണ് ആൾ പോയത് കേട്ടോ. അപ്പം അത് എന്നൊരു വേദന തന്നെയാണ്. അപ്പോൾ അത് ആ വീടൊക്കെ എത്തി. നല്ല വീടായിരുന്നു കേട്ടോ, നല്ല സ്ഥലമൊക്കെ ഉണ്ട് ഒരുപാട്. ബടിക്കുട്ടനും അവിടെ ഓടി നടക്കാനുള്ള സ്ഥലം. എനിക്ക് പക്ഷേ പേടിയായിരുന്നു കേട്ടോ, അവന് അതിൻ്റെ മുകളിലൊക്കെ വന്ന് നോക്കുമ്പോൾ കാലങ്ങാനും എത്തിപ്പോകണമെങ്കിൽ എനിക്ക് നല്ല ഹൈറ്റ് ഫിയറുള്ള കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് ടെറസിൻ്റെ ഒരൊക്കെ കയറാൻ നല്ല പേടിയാണ് കേട്ടോ. അതേപോലെയാണ് അവനും ഒരു കസേരയുടെ മുകളിൽ പോലും ഒറ്റയ്ക്ക് കയറി നിൽക്കത്തില്ല, ഭയങ്കര പേടിയാണ്. എൻ്റെ അതേ സ്വഭാവം അവന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോളെ നേരെ തിരിച്ചാണ്, ഏത് കുമ്പത്തും അവൾ വലിഞ്ഞു കയറും കേട്ടോ, അതാണ് അവളുടെ ക്യാരക്ടർ. പക്ഷേ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ കിടന്ന് വിളിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, നിങ്ങൾ കാല് തെന്നി താഴെ വീഴുമെന്നുള്ളൊരു പേടി. പിന്നെ മോൾക്ക് കുറച്ച് റീലൊക്കെ അവിടെ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സന്ധ്യയായി കേട്ടോ, 6-7 മണിയോളമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.